നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ശനിദേവൻ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളെ തളർത്താൻ വേണ്ടിയല്ല, മറിച്ച് ഇനിയൊരാൾക്കും നമ്മളെ വീഴ്ത്താൻ കഴിയാത്ത വിധം നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിത കാലയളവിൽ പല ഘട്ടങ്ങളിലായി ശനിദേവൻ തീർച്ചയായും പരീക്ഷകൾ നടത്തിയിരിക്കും. ശനിദോഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും നെഗറ്റീവ് ചിന്തകളും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളിൽ നിന്നും അകന്നുപോകും. ഈ സമയം ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനി നടക്കുകയാണ്. ഇത് 2027 ജൂൺ മാസം വരെ നീണ്ടു നിൽക്കും. ഈ സമയം ചിങ്ങൻ രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെക്കുറിച്ചും വിശദമായി നമുക്ക് നോക്കാം. ജ്യോതിഷപ്രകാരം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ 8ാം ഭാവത്തിലാണ്. ഈ 8ാം ഭാവത്തെ സാധാരണയായി വളരെ നിഗൂഢമായ ഒന്നായാണ് കണക്കാക്കുന്നത്. 8ാം ഭാവം എന്നത് വെറുതെ ഒരു കാര്യം പഠിക്കുന്നതിനെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ഒരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ അങ്ങേയറ്റം വരെ പോയി കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞർക്കും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവർക്കും ഈ 8ാം ഭാവം വളരെ ശക്തമായിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമായാലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കണ്ണിൽപ്പെടാത്ത രഹസ്യങ്ങൾ, നിഗൂഢമായ കാര്യങ്ങൾ എന്നിവയുമായി 8ാം ഭാവത്തിന് ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ രോഗങ്ങളെയും മരണത്തെയും ഒക്കെ ഈ ഭാവം സൂചിപ്പിക്കുന്നു. അത്യാഗ്രഹങ്ങൾ വെടിഞ്ഞ് യഥാർത്ഥമായ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ ഭാവം ഒരാളെ സഹായിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ പഠിക്കാനുള്ള സമയമാണിത്. 8ാം ഭാവം അല്പം പ്രയാസകരമായ ഒരു സ്ഥാനമായാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഇതിനൊരു നല്ല വശം കൂടിയുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം, പൂർവികർ നമുക്കായി കരുതി വച്ചിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ എന്നിവയെക്കുറിച്ചൊക്കെ അറിവ് നൽകുന്ന ഇടം കൂടിയാണ് 8ാം ഭാവം. ചിങ്ങൻ രാശിക്കാർക്കിപ്പോൾ ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നത് വഴി ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാമെങ്കിലും കാര്യങ്ങളെ വളരെ ബുദ്ധിപരമായി വിശകലനം ചെയ്യാനും ജീവിതത്തെ വിജയകരമായി മുന്നോട്ട് നയിക്കാനും ഈ സമയം അവസരമൊരുക്കുന്നു. സാധാരണയായി ശനി 8ാം ഭാവത്തിൽ വരുന്നത് വലിയ കഷ്ടകാലമാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അമിതമായി ഭയപ്പെടേണ്ട കാര്യമില്ല. ശനി ഭഗവാനെ നാം കർമ്മഫലദാതാവ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഫലം നൽകുന്ന ദൈവമാണ് ശനി. ഈ കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നു എന്നതിലാണ് കാര്യം. കള്ളത്തരങ്ങളോ കുറുക്കുവഴികളോ ഇല്ലാതെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്താൽ ശനിയുടെ അനുഗ്രഹം ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് ലഭിക്കും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയേറിയ സമയമാണെങ്കിലും വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. മടിയൊക്കെ മാറ്റിവെച്ച് ചിട്ടയോടെ പഠിക്കാൻ ശനി നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ അത്രത്തോളം മികച്ച ഫലം ഭാവിയിൽ ലഭിക്കുമെന്നുറപ്പാണ്. ശനി 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിലെ പച്ചയായ സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും. ഇത് ചിലപ്പോൾ സങ്കടകരമായി തോന്നാമെങ്കിലും നിങ്ങളിൽ ഒരു തിരിച്ചറിവുണ്ടാകാൻ ഇത് ഗുണം ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ളവരിൽ ആരാണ് ആത്മാർത്ഥതയുള്ളവർ എന്നും ആരാണ് വെറുതെ അഭിനയിക്കുന്നവർ എന്നും തിരിച്ചറിയാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ യഥാർത്ഥ പിന്തുണ നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് ഈ കാലയളവ് കാട്ടിത്തരും. നിങ്ങളുടെ കഴിവ് എവിടെയാണ് നിൽക്കുന്നത് എന്നും എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റും എപ്പോഴും ആളുകൾ കണ്ടേക്കാം, എന്നാൽ ആപത്ത് ഘട്ടങ്ങളിൽ ആര് കൂടെ നിൽക്കും എന്നതാണ് പ്രധാനം. ഈ സമയത്ത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും തിരിച്ചറിയാൻ ശനി നിങ്ങളെ സഹായിക്കും. ഇത് ഭാവിയിൽ നല്ലൊരു സാമൂഹിക ജീവിതം കെട്ടിപ്പടുക്കാൻ ഉപകരിക്കും. ഈ കാലയളവ് നിങ്ങളെ കൂടുതൽ പക്വതയുള്ള ഒരാളാക്കി മാറ്റും. കഠിനാധ്വാനവും സത്യസന്ധതയും കൈമുതലാക്കിയാൽ ശനി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ തന്നെ സമ്മാനിക്കും.
ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ കാലയളവ് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. 2026 ജൂൺ മാസത്തിൽ വ്യാഴം തന്റെ സ്ഥാനം മാറുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. 4-ാം ഭാവത്തിൽ ഉച്ചബലമുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നതോടെ തടസ്സങ്ങൾ മാറി സമാധാനപരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകാൻ സഹായിക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഈ കാലയളവ് വഴിതെളിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ് അവരുടെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായിരിക്കും. പഠനാവശ്യങ്ങൾക്കായി സ്വന്തം നാട് വിട്ട് മറ്റൊരു നഗരത്തിലേക്കോ സംസ്ഥാനത്തിലേക്കോ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനും ഈ മാറ്റം നിങ്ങളെ സഹായിക്കും. വലിയ സർവകലാശാലകളിലോ പ്രശസ്തമായ സ്ഥാപനങ്ങളിലോ പ്രവേശനം ലഭിക്കാൻ ഈ സമയം മികച്ചതാണ്. അഷ്ടമശനി പലപ്പോഴും ദൂരയാത്രകൾക്കുള്ള അവസരങ്ങൾ തുറന്നു നൽകുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ജോലി സംബന്ധമായി പുറം നാടുകളിലേക്ക് മാറാൻ നോക്കുന്നവർക്കോ ഈ സമയം നല്ലതാണ്. 2026 ഒക്ടോബർ മാസത്തിനു മുൻപായി നിങ്ങൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. തുടക്കത്തിൽ ഈ യാത്രകൾ അല്പം മടുപ്പിക്കുന്നതായി തോന്നാമെങ്കിലും അവയിലൂടെ സാമ്പത്തികമായോ തൊഴിൽപരമായോ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ചുരുക്കത്തിൽ ഈ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ പോസിറ്റീവായ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഠിനാധ്വാനവും കൃത്യമായ പ്ലാനിങ്ങും ആവശ്യമാണ്. ഭാഗ്യം കൂടെയുള്ളപ്പോൾ അതിനനുസരിച്ച് പരിശ്രമിക്കുക കൂടി ചെയ്താൽ വിജയം ഉറപ്പാണ്. ശനി 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ദേഷ്യത്തിലോ അശ്രദ്ധയിലോ നിങ്ങൾ പറയുന്ന ഒരു ചെറിയ വാക്ക് നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കാൻ കാരണമായേക്കാം. ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വളരെയധികം ക്ഷമ കാണിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വൈകാരികമായി പ്രതികരിക്കുന്നതിനു മുൻപ് ഒന്നുകൂടി ചിന്തിക്കുക. മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വം ഈ സമയത്ത് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദുർബലാവസ്ഥയിലാണെങ്കിൽ, അതായത് മേടം രാശിയിലോ അല്ലെങ്കിൽ 6, 8, 12 ഭാവങ്ങളിലോ ആണ് ശനി നിൽക്കുന്നതെങ്കിൽ ഇനി പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. തൊണ്ടയിൽ അണുബാധ, പല്ലുവേദന അല്ലെങ്കിൽ മോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ ഈ സമയത്ത് കണ്ടേക്കാം. വായയുടെയും തൊണ്ടയുടെയും ശുചിത്വത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ജോലി സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോൾ അർഹിച്ച അംഗീകാരം ലഭിക്കാൻ താമസമുണ്ടാകാം. നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത ജോലിയുടെ ലാഭം അല്ലെങ്കിൽ പേര് മറ്റൊരാൾ സ്വന്തമാക്കുന്നത് കണ്ട് നിങ്ങൾക്ക് മാനസിക വിഷമമുണ്ടായേക്കാം. ഇത് കണ്ട് പെട്ടെന്ന് ജോലി ഉപേക്ഷിക്കാനോ ദേഷ്യപ്പെടാനോ നിൽക്കരുത്. ജോലിയിൽ പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാം. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കേണ്ടി വരികയോ അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയോ ചെയ്യാം. ഈ കാലയളവിൽ ക്ഷമ മാത്രമാണ് നിങ്ങളുടെ ആയുധം. കഠിനാധ്വാനം തുടർന്നാൽ വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഈ പ്രതിസന്ധികളെല്ലാം നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. സംസാരത്തിൽ മിതത്വവും ആരോഗ്യത്തിൽ ശ്രദ്ധയും ജോലിയിൽ ക്ഷമയും പാലിച്ചാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് സുരക്ഷിതമായി മറികടക്കാം. ജ്യോതിഷത്തിൽ ശനി ഭഗവാനെ ഒരു കർക്കശക്കാരനായ അധ്യാപകനായാണ് കാണുന്നത്. ശനി എപ്പോഴും നമ്മളെ ജോലി ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രഹമാണ്. അതായത് കുടുംബത്തിലായാലും ജോലിയിലായാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശനി അനുവദിക്കില്ല. നിങ്ങളത് ഏറ്റെടുത്തേ മതിയാകൂ. നിങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്താൽ ശനി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ പഴമക്കാർ പറയാറുള്ളത് പോലെ വെറുതെ ഇരിക്കുന്ന മനസ്സ് പിശാചിന്റെ പണിശാലയാണ്. നിങ്ങൾ ജോലി ചെയ്യാതെ ഇരുന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചോർത്ത് വിഷമിക്കാനും പഴയ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടാനും സാധ്യതയുണ്ട്. ഇത് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മവിശ്വാസം കുറയാനും കാരണമാകും.
ഈ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതനായിരിക്കുക എന്നത് മാത്രമാണ് ഏക വഴി. ഈ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് പഠനത്തിലായാലും കരിയറിലായാലും മുന്നോട്ടു പോകാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. നിങ്ങളുടെ ഊർജം മുഴുവൻ ആ ലക്ഷ്യപൂർത്തീകരണത്തിനായി ചിലവഴിച്ചാൽ മനസ്സ് ശാന്തമായിരിക്കുകയും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. മടികാട്ടാതെ സ്വന്തം കടമകൾ കൃത്യമായി ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശനി ഒരു പേടി സ്വപ്നമേയല്ല, മറിച്ച് ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനും ജീവിത വിജയം നേടുവാനുമുള്ള അവസരമാണിത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ് ദാമ്പത്യ ജീവിതത്തിൽ അല്പം ക്ഷമയും കരുതലും വേണ്ട സമയമാണ്. ഈ സമയത്ത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും പങ്കാളികളുമായി വഴക്കുണ്ടാകുന്നത്. വലിയ കാരണങ്ങളൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു തർക്കം തുടങ്ങുമ്പോൾ തന്നെ അത് അവിടെ അവസാനിപ്പിക്കുന്നത് കൂടുതൽ സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളി ചില കാര്യങ്ങളിൽ അവരുടെ ഭാഗമാണ് ശരിയെന്നുള്ള പിടിവാശി കാണിച്ചേക്കാം. ഇത് നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാമെങ്കിലും അവരെ എതിർക്കുന്നതിനു പകരം സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി. അവരോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനേക്കാൾ നല്ലത് സമാധാനം നിലനിർത്തുന്നതാണെന്ന് ഓർക്കുക. ഞാൻ എന്തിന് തോറ്റുകൊടുക്കണം എന്ന ചിന്ത ഈ സമയത്ത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നിങ്ങളുടെ മാന്യത കുറയ്ക്കില്ല, മറിച്ച് ബന്ധം കൂടുതൽ ശക്തമാക്കുകയേയുള്ളൂ. പങ്കാളിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് പെരുമാറുന്നത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ പങ്കാളിയുടെ ശാരീരികാരോഗ്യത്തിൽ ഈ കാലയളവിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അവർക്കിടയ്ക്കിടെ തലവേദന, നടുവേദന അല്ലെങ്കിൽ മറ്റ് പേശീവേദനകൾ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് ആവശ്യമായ വിശ്രമവും ചികിത്സയും ഉറപ്പാക്കണം. നിങ്ങളുടെ ചെറിയൊരു കരുതൽ പോലും അവർക്ക് വലിയ ആശ്വാസം നൽകും. ഈ കാലഘട്ടം നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴം അളക്കാനുള്ളതാണ്. പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശനി 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ മറികടക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യും. ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. അതിനാൽ സൂര്യനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകും. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് മനസ്സിലെ ഭയമില്ലാതാക്കാനും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഏറ്റവും ശക്തമായ മാർഗമാണ്. നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന ശനി സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് വിശ്വാസം. ഹനുമാൻ ഭക്തരെ ശനി ഭഗവാൻ ഉപദ്രവിക്കില്ല എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാമനാമജപമാണ്. ശ്രീരാമജയം എന്നെഴുതുന്നതും ജപിക്കുന്നതും ഭഗവാന്റെ പ്രീതിക്ക് കാരണമാകും. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ശനി നൽകുന്ന പരീക്ഷകളെ ധൈര്യത്തോടെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അഷ്ടമശനി കാലഘട്ടം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഭയമില്ലാതെ നേരിടാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.